നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. കേരള PSCയുടെ 2025 ഏപ്രിലിലെ എക്സാം കലണ്ടർ വന്നിരിക്കുകയാണ്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ഫെബ്രുവരി 19 വരെയാണ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളൊക്കെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു പ്രധാന കാര്യം ഓർക്കേണ്ടത്, നമ്മുടെ കൺഫർമേഷൻ എക്സാമിന് ഏതൊക്കെയാണ് കൺഫർമേഷൻ വന്നിട്ടുള്ളത് പ്രൊഫൈലിൽ ഉണ്ടാകും. കൊടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ശ്രദ്ധിക്കേണ്ടതാണ്. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഏത് ഡിസ്ട്രിക്റ്റിലാണോ അതിനനുസരിച്ചായിരിക്കും ഈ ഒരു എക്സാം സെൻറ്റർ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ എക്സാം സെൻറ്റർ വേറെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൽ എഡിറ്റ് ചെയ്യണം, അത് ചേഞ്ച് ചെയ്യണം എന്നുള്ളവർ ആദ്യം തന്നെ ചേഞ്ച് ചെയ്യുക. അതിനുശേഷമാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഓരോ പോസ്റ്റുകളായിട്ട് എന്തൊക്കെയാണ് എക്സാം എന്നൊക്കെ നോക്കാം. അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് 251/2024 കാറ്റഗറി വരുന്നു. ആയുർവേദ തെറാപ്പിസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അത് പല ജില്ലകളിലേക്കായിരുന്നു. കോട്ടയം, എറണാകുളം, കോഴിക്കോട്, പത്തനംതിട്ട, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലേക്കാണ്. വയനാട് ജില്ലയിൽ 180 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അതുപോലെ 642 പേര്, ഏറ്റവും കൂടുതൽ പേര് അപ്ലൈ ചെയ്തിരിക്കുന്നത് കോട്ടയത്താണ്. കൺഫർമേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് എത്ര പേര് എക്സാം എഴുതും എന്നുള്ളത് അറിയാൻ കഴിയുക. പക്ഷേ ഇത്രയും പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത് ഏപ്രിൽ 3-ാം തീയതിയാണ്. ഏപ്രിൽ 3-നാണ് ഇതിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത്. OMR അഥവാ ഓൺലൈൻ അല്ലെങ്കിൽ OMR അല്ലെങ്കിൽ ഓൺലൈൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ഫിക്സ്ഡ് അല്ല. OMR എക്സാം ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും 100 മാർക്സിനാണ്. മലയാളം, തമിഴ്, കന്നഡ 3 ലാംഗ്വേജും നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അഡ്മിറ്റ് കാർഡ് മാർച്ച് 20 മുതൽ അവൈലബിൾ ആയിരിക്കും. ഇനി അടുത്ത എക്സാം എന്ന് പറയുന്നത് 134/2024 ഡയാലിസിസ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇത് സ്റ്റേറ്റ് വൈഡ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതിൻ്റെ എക്സാമും അതേ ദിവസമാണ്, 3/4/2025 ആണ്. ബട്ട് കോമൺ എക്സാം അല്ല, അതേ ദിവസം നടക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയും കൺഫർമേഷൻ ലഭിക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. 31/1/2025 മുതൽ 19/2/2025 ആണ്. ഇനി OMR ഓൺലൈൻ ആയിരിക്കാം. 100 മാർക്സ് കൊണ്ട് ഇംഗ്ലീഷിലാണ്. ഇതിൻ്റെ സിലബസ് വേണമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ബ്ലോഗ് പോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഏതൊരു എക്സാമിൻ്റെ ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറയുന്ന ഏപ്രിൽ എക്സാമിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, ഇന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇന്ന എക്സാമിനുള്ള സിലബസ് വീഡിയോ ചെയ്യണമെന്ന്. അതുപോലെ സിലബസ് ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു എക്സാം കലണ്ടറും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത 556/2024 LP സ്കൂൾ ടീച്ചർ കന്നഡ മീഡിയം NCA LC or AI, അത് കാസർഗോഡ് ജില്ലയിലേക്കാണ്. 4-ാം തീയതിയാണ് എക്സാം വരുന്നത്. അഡ്മിറ്റ് കാർഡ് 21 മുതൽ അവൈലബിൾ ആയിരിക്കും. കൺഫർമേഷൻ ഡേറ്റ് എല്ലാത്തിൻ്റെയും സെയിം ആണ് വരുന്നത്. 31/1/2025 ആണ്. അതുപോലെ OMR ഓൺലൈൻ ആയിരിക്കും, പറഞ്ഞിട്ടില്ല പ്രത്യേകം. ഇതിൽ 6 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. LP സ്കൂൾ ടീച്ചറിൻ്റെ കന്നഡ മീഡിയം. അപ്പോൾ സിലബസ് അതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പാർട്ട് 1, 2, 3, 4, 5, 4 അതുപോലെ 6 കന്നഡയാണ്. പാർട്ട് 5 മാത്രം ഇംഗ്ലീഷിലാണ് വരുന്നത് അതിൻ്റെ ക്വസ്റ്റ്യൻസ്. ഇനി ഇവിടെ ഒന്നുകൂടി പറയാനുണ്ടായിരുന്നു. 404/2024 വെറ്റിനറി സർജൻ ഗ്രേഡ് 2 NCA for ST ആണ്. അനിമൽ ഹസ്ബൻഡറിയിൽ 3/4/2025 എക്സാം വരുന്നത്. ഇംഗ്ലീഷിലാണ്. 9 പേരാണ് ആകെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം ഉണ്ട്. അത് തന്നെ പല കാറ്റഗറിയിൽ വിളിച്ചിട്ടുണ്ട്. അത് തന്നെ NCA ഈഴവ, തീയ, ബിലാവ കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. പല ജില്ലകളിലായിട്ട് തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ കൊല്ലത്തിൻ്റെ തന്നെ 2 എണ്ണം ഉണ്ട്. NCA കാറ്റഗറി, മുസ്ലിം കാറ്റഗറിയും ഉണ്ട് കൊല്ലത്ത്. ഇടുക്കി, അതുപോലെ വിശ്വകർമ്മ കാറ്റഗറിയും ഉണ്ട് ഇടുക്കിയിൽ. അപ്പോൾ ഇത് തമിഴ് മീഡിയമാണ് വന്നിരിക്കുന്ന LP സ്കൂൾ ടീച്ചർ. ഇതിൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ പാർട്ട് 5 മാത്രം ഇംഗ്ലീഷിലായിരിക്കും. 1, 2, 3, 4, 6 അത്രയും തമിഴിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം എത്ര പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്ന്. അപ്പോൾ എല്ലാവരും തന്നെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എക്സാം വരുന്നത് ഏപ്രിൽ 4-ാം തീയതിയാണ്. അപ്പോൾ ഇത് ഓർക്കുക. അടുത്തത് ഇൻസ്ട്രക്ടർ ഇൻ ടൈലറിംഗ് ആൻഡ് ഗാർമെൻറ്റ് മേക്കിംഗ് ട്രെയിനിങ് സെൻറ്റർ
322/2024 ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ വന്നിരിക്കുന്നതാണ്. എക്സാം വരുന്നത് ഏപ്രിൽ 8-നാണ്, ട്യൂസ്ഡേ ആണ് വരുന്നത്. ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് 25/3/2025 മുതൽ ലഭ്യമായിരിക്കും. കൺഫർമേഷൻ ഡേറ്റ് സെയിം തന്നെയാണ്. ഇനി അടുത്തത് 2135 പേര് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സിലബസ് വേണമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി അക്കൗണ്ട്സ് ഓഫീസർ ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ് 518/2022 കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കാണ്. സ്റ്റേറ്റ് വൈഡ് പോസ്റ്റാണ്. 8/4/2025 ട്യൂസ്ഡേ ആണ് എക്സാം വരുന്നത്. സെയിം പോലെയാണ് വന്നിരിക്കുന്നത്. അതേ ദിവസമാണ്, ബട്ട് വേറെ സിലബസ് ആണ് വരുന്നത്. ഇംഗ്ലീഷിലാണ് എക്സാം. 194 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ആണ്. നമ്മൾ ഓൾറെഡി കന്നഡയും തമിഴും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് വരുന്നത് കാസർഗോഡ്, ഇടുക്കി, കണ്ണൂർ, പത്തനംതിട്ട, അതുപോലെ തന്നെ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റും ഉണ്ട്. 288/2024, പിന്നെ 272/2024 സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആണ്. അതുപോലെ ഹിന്ദു നാടാർ അതിൻ്റെ NCA വരുന്നത് 273/2024 ഇടുക്കി ആൻഡ് കണ്ണൂരുണ്ട്. അതുപോലെ LP സ്കൂൾ ടീച്ചർ 288, അതുപോലെ 518 തന്നെ 2 ഉണ്ട്. ട്രാൻസ്ഫർ തിരുവനന്തപുരത്തും കോട്ടയത്തും, അതുപോലെ 663 കോട്ടയം, എറണാകുളം. അത് ഹിന്ദു നാടാറിൻ്റെ NCA കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം വരുന്ന എക്സാം വരുന്നത് 9/4/2025 മലയാളം മീഡിയം LP സ്കൂൾ ടീച്ചറിൻ്റെ എക്സാം വരുന്നത്. സിലബസ് മെൻഷൻ ചെയ്യുക നിങ്ങൾ താഴെ. സിലബസ് ഇതിൻ്റെ ചെയ്യുന്നതാണ് വീഡിയോ. അപ്പോൾ ഇതിൽ നോക്കുക, വളരെ കുറവ് ആളുകൾ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത പോസ്റ്റാണ് UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം. UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം 140/2024 ആലപ്പുഴ ജില്ലയിലും കോട്ടയത്തും എറണാകുളത്തും തൃശ്ശൂരും വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻ്റ് ആണ് വരുന്നത്. ഇതിൽ ആദ്യം നമ്മൾ സിലബസ് പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ മലയാളം മീഡിയം ആണെങ്കിൽ ആ പാർട്ട് 5 മാത്രമാണ് ഇംഗ്ലീഷ് വരിക, ബാക്കിയെല്ലാം മലയാളത്തിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി സിലബസ് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. 29 പേരാണ് ഇതുപോലെ ആലപ്പുഴയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ 19 പേര് കോട്ടയത്തും, 79 എറണാകുളത്തും, 24 തൃശ്ശൂരും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മറ്റ് ജില്ലകളിൽ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ഇതെല്ലാം ഈ 140/2024 UP സ്കൂൾ ടീച്ചർ മലയാളം റിക്രൂട്ട്മെൻറ്റ് ബൈ ട്രാൻസ്ഫർ ആണ് വരുന്നത്. ഇനി അടുത്തത് 502/2024 UP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം NCA കാറ്റഗറിയാണ് വരുന്നത്. കൊല്ലം ജില്ലയിലേക്കാണ്. അതുപോലെ 519 ഉണ്ട്, അതും കൊല്ലം ജില്ലയിലേക്കാണ്. UP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം വരുന്നത്. അതിൽ 83 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എക്സാം വരുന്നത് 11/4/2025 അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ UP സ്കൂൾ ടീച്ചർ മലയാളം ട്രാൻസ്ഫർ വരുന്നതും അത് 11/4 ഏപ്രിൽ 11 UP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയവും ഉള്ളത്. അപ്പോൾ അത് ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളിലേക്ക് ഉണ്ട്. ഇനി അടുത്ത എക്സാം ജൂനിയർ അനലിസ്റ്റ് ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ്. 131/2024 കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലേക്കാണ്. സ്റ്റേറ്റ് വൈഡ് റിക്രൂട്ട്മെൻ്റ് ആണ്. എക്സാം വരുന്നത് ഏപ്രിൽ 21 അതുപോലെ അഡ്മിറ്റ് കാർഡ് കിട്ടുന്നത് ഏപ്രിൽ 7 മുതലായിരിക്കും. നമുക്ക് എപ്പോഴും അഡ്മിറ്റ് കാർഡ് കിട്ടുന്നത് 2 ആഴ്ച മുന്നേ അല്ലെങ്കിൽ 14 ദിവസം മുന്നേ ആയിരിക്കും ലഭിക്കുക. ഇനി ഇതിന് അപ്ലൈ ചെയ്തിരിക്കുന്നത് 9882 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സിലബസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അടുത്തത് 73/2024 LD ക്ലർക്ക് ബൈ ട്രാൻസ്ഫർ ആണ്. കേരള വാട്ടർ അതോറിറ്റി. എക്സാം വരുന്നത് 22/4/2025 കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ്. കേരള സ്റ്റേറ്റ് ബെവറേജസ് മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ആണ്. 22/4/2025 എക്സാം വരുന്നത്. ഇനി അടുത്തത് ടൈം കീപ്പർ 153/2024 ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് NCA ഷെഡ്യൂൾഡ് കാസ്റ്റ്. കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിലേക്കാണ്. അതും ഏപ്രിൽ 22 എക്സാം വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വന്നിരിക്കുന്ന എക്സാംസ് LD ക്ലർക്ക് ബൈ ട്രാൻസ്ഫർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ, ടൈം കീപ്പർ,
ഇതിനൊക്കെ കോമൺ ടെസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. 39 to 41 വരുന്നത്. സിലബസ് താഴെ കമൻറ്റ് ചെയ്യുക. സിലബസ് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് റിപ്പീറ്റ് ചെയ്തിനി പറയുന്നില്ല. ഏതെങ്കിലും സിലബസ് നിങ്ങൾ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ഫെബ്രുവരിയിലാണെങ്കിലും മാർച്ചിലാണെങ്കിലും ഏപ്രിലാണെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ NCA SSCCC 116/2024 ആണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പത്തനംതിട്ട ജില്ലയിലേക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എക്സാം വരുന്നത് 23/4/2025. ഇനി 24/4/2025 വരുന്ന എക്സാമാണ് 75/2024 കാറ്റഗറി നമ്പർ വരുന്നു. ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ അറബിക് തിരുവനന്തപുരം, ഇടുക്കി, പാലക്കാട്, കാസർഗോഡ്, അതുപോലെ അത്രയും 75/2024 ഇനി NCA കാറ്റഗറിയും വരുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞത് മൊത്തം ഡയറക്റ്റ് ആയിരുന്നു. ഇനി NCA for SC കാറ്റഗറി, NCA for SC വരുന്ന തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട്. ഇപ്പോൾ ഇവിടെ 166/2024, അതുപോലെ തന്നെ അടുത്തത് 166/2024 കോഴിക്കോടിന്, 168 ആണ് വരുന്നത് പാലക്കാടിന്, അതുപോലെ 170 മലപ്പുറം. അങ്ങനെ ഓരോ കാറ്റഗറി വൈസും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ, ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, എറണാകുളം, തൃശ്ശൂർ. എക്സാം വരുന്നത് 24/4/2025 നിങ്ങൾക്ക് ഇവിടെ കാണാൻ വളരെ കുറച്ച് പേരാണ് ഇതിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളവർ എന്തായാലും കൺഫർമേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഉടനെ തന്നെ പ്രിപ്പറേഷൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കവർ ചെയ്യാനും നന്നായി പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത 186 കാറ്റഗറി, 180 കാറ്റഗറി, ദെൻ 271. അപ്പോൾ ഇതിലെല്ലാം പല NCA കാറ്റഗറീസ് ആണ് വിളിച്ചിരിക്കുന്നത്. അതുപോലെ കാസർഗോഡ്, കണ്ണൂർ, തിരുവനന്തപുരം, പാലക്കാട്, കണ്ണൂർ, ഇതെല്ലാത്തിനും എന്താണ് കോമൺ ടെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിയാം, ഇവിടെ SC കാറ്റഗറിയിലേക്ക് പാർട്ട് ടൈം ആദ്യം നമ്മൾ പറഞ്ഞത് ഫുൾ ടൈം ആയിരുന്നു. അപ്പോൾ ഈ പാർട്ട് ടൈം, ഫുൾ ടൈം ഇത് രണ്ടിനും കോമൺ ടെസ്റ്റാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. സിലബസ് അത് പക്ഷേ പ്രത്യേകം ലിസ്റ്റ് ആയിരിക്കും. വ്യത്യസ്ത കാറ്റഗറിക്ക് വ്യത്യസ്ത ലിസ്റ്റ് ആയിരിക്കും വരുന്നത്. സിലബസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയാം. അതുപോലെ പാർട്ട് 1E, പാർട്ട് 2 അറബിക്കാണ് വരുന്നത്. നമുക്കതിൻ്റെ PDF നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാക്കുന്നതാണ്. അടുത്ത എക്സാം എന്ന് പറയുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഷെഡ്യൂൾഡ് ട്രൈബിന് മാത്രമുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് SR ആണ് വരുന്നത്. ഹെൽത്ത് സർവീസസിലേക്കാണ്. 89/2024 ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, അതുപോലെ കണ്ണൂർ, ഇത്രയും 89 വരുന്നു. പിന്നെ അടുത്തത് NCA വരുന്നതാണ്. അപ്പോൾ 174, 175, 600 അത്രയും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വരുന്നുണ്ട് പത്തനംതിട്ട ആൻഡ് ആലപ്പുഴ. ഇനി അതുപോലെ തന്നെ ഇനി വരുന്നതാണ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പോലെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ. അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 611. അതിന് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് വരുന്നത്. അത് ഹെൽത്ത് സർവീസസിലേക്കല്ല, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, അതുപോലെ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം എല്ലാ ജില്ലകളിലേക്കും ഉണ്ട്. അതിൻ്റെ എക്സാം വരുന്നത് എന്നാണ്? ഇതിൻ്റെ എല്ലാത്തിൻ്റെ NCAയും വിളിച്ചിട്ടുണ്ട്. 611 ശേഷം 694 ഉണ്ട്. അപ്പോൾ NCA കാറ്റഗറി ഇതിനെല്ലാം എക്സാം വരുന്നത് ഏപ്രിൽ 25-നാണ്. ഏപ്രിൽ 11 മുതൽ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതാണ്. ഇനി 696 ശേഷം 697 കാറ്റഗറി, 98, 99, 699 ആണ് പറഞ്ഞത്, 730. അപ്പോൾ ഇത്രയും കാറ്റഗറിയിൽ എക്സാം കോമൺ എക്സാമാണ് വരുന്നത്. അപ്പോൾ 61ാമത്തെ നമ്പർ മുതൽ 92ാമത്തെ നമ്പർ വരെ, അപ്പോൾ അത്രയും നമ്പേഴ്സ് കോമൺ എക്സാമാണ് നടക്കുന്നത്. അപ്പോൾ എക്സാം മീഡിയം വരുന്നത് ഇംഗ്ലീഷിലാണ്. സിലബസ് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യാം. ഇനി അടുത്തത് 11/2024 അതിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത് ഏപ്രിൽ 26-നാണ്. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2 സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്. ഇനി 13/2024 ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസിലേക്കാണ്. ഓക്സിലറി നഴ്സ് മിഡ്വൈഫ് ഗ്രേഡ് 2. അതുപോലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ. ഇപ്പം ഇതെല്ലാം
ഇപ്പോൾ 13/2024 വരുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. അതുപോലെ 48 വരുന്നുണ്ട്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വരുന്നു. പിന്നെ വരുന്നതാണ് 336. അപ്പോൾ അതാണെങ്കിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ST. 470/2024 വരുന്നുണ്ട്, അതാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2. പിന്നീട് വരുന്ന കാറ്റഗറി 520/2024 ആണ്. ഇതെല്ലാം ഒരേ ദിവസമാണ് എക്സാം, ഒരേ സിലബസ് ആണ്. 26/4/2025 26/4/2025 എക്സാം, ഏപ്രിൽ 26. അപ്പോൾ ഇവിടെ 520, അതുപോലെ 682, 683, 684 എന്നീ കാറ്റഗറീസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ 685, 686, 687. അപ്പോൾ ഈ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡിനും ഇതേ എക്സാം തന്നെയാണ് വരുന്നത്, കോമൺ ആണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം വായിക്കുന്നില്ല. 691 മുതൽ 690, 691, 92 വരുന്നു, 693 വരുന്നു. അപ്പോൾ 93ാമത്തെ സീരിയൽ നമ്പർ മുതൽ 161ാമത്തെ സീരിയൽ നമ്പർ വരെ കോമൺ ടെസ്റ്റാണ് വരുന്നത്. അപ്പോൾ എല്ലാം ഉണ്ട്, അതിൽ ഡയറക്റ്റും ഉണ്ട്, NCAയും വരുന്നുണ്ട്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാറ്റഗറീസ് വരുന്നത്. ഇനി വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്, ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ഓൺലി. 49/2024 റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്, തൃശ്ശൂർ ജില്ലയിലേക്കാണ്. ഇതിൻ്റെ എക്സാം 28/4/2025 നടക്കാൻ പോകുന്നത്, ഏപ്രിൽ 28. ഇനി ഏപ്രിൽ 29 മറ്റൊരു എക്സാമാണ് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു, ഇവിടെ LPS എന്ന് പ്രത്യേകവും കൊടുത്തിട്ടുണ്ട്. 104/2024 പിന്നെ 107 ഉണ്ട്, അത് NCA ഷെഡ്യൂൾഡ് കാസ്റ്റിനുള്ളതാണ്. ഓരോ ജില്ലകളിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനാണെങ്കിലും വളരെ കുറച്ച് പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്കിത് ശ്രദ്ധിക്കാം. ഈ ഒരു അപ്ലൈ ചെയ്തവരുടെ നമ്പർ കാണുന്നത് നിങ്ങളെല്ലാവരും തന്നെ, അപ്ലൈ ചെയ്തവരെല്ലാവരും തന്നെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, പരീക്ഷ എഴുതുക. 110/2024 ഉണ്ട് കാറ്റഗറി വരുന്നത്, 111 ഉണ്ട്, 154, 115 കാറ്റഗറി. ഇനി 155, 157 കാറ്റഗറി വരുന്നു, 158, 181, 182, അതുപോലെ 184, 185, 226, 228, 229, 231, 274, 275. ഇതെല്ലാം ഇതിന് ഉള്ളിൽ വരുന്നത് തന്നെയാണ്. 609, 664, 664, 667, 668 ഇതെല്ലാം സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് NCA വരുന്നു. അതുപോലെ 669, 671, 680, 681, 706 ഈ ഒരു എക്സാം അത് പല കാറ്റഗറിയിലായിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കോമൺ ടെസ്റ്റ് ആണെങ്കിൽ പോലും ഈ ഓരോ കാറ്റഗറിക്കും പ്രത്യേകം ലിസ്റ്റായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ഈ അപ്ലൈ ചെയ്യുന്നവർ ഇത്രയും നമ്പർ ഉള്ളൂ, അപ്പോൾ അവരെല്ലാവരും തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. 711, 712, 713, 14, അതുപോലെ 799, 800 ഇത്രയും 163 മുതൽ 216 വരെയുള്ളവർക്ക് കോമൺ ടെസ്റ്റാണ് വരുന്നത്. അത് എന്നാണ് എക്സാം വന്നത്? 29 ഏപ്രിലിനാണ് എക്സാം വരുന്നത്. അതിൻ്റെ പാർട്ട് 1 ഇംഗ്ലീഷ് ആയിരിക്കും, പാർട്ട് 2 അറബിക് ആയിരിക്കും. ഇനി അവസാനത്തെ എക്സാം ഏപ്രിലിലേത്, അതായത് 639/2023 കാറ്റഗറി നമ്പർ. അത് എക്സാം നടക്കാൻ പോകുന്നത് ഏപ്രിൽ 30 ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസിൽ അസിസ്റ്റൻറ്റ് ഇൻഫോർമേഷൻ ഓഫീസർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് അതിൻ്റെ മെയിൻ എക്സാമിനേഷനാണ്. ഓൾറെഡി പ്രിലിമിനറി കഴിഞ്ഞു, മെയിൻ എക്സാമിനേഷനാണ്. അതിൻ്റെ കൺഫർമേഷൻ അതുകൊണ്ട് തന്നെ വേണ്ട, അത് പ്രിലിമിനറി പാസ്സായ എല്ലാവർക്കും തന്നെ ലഭിക്കുന്നതാണ്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റാണ് നടക്കാൻ പോകുന്നത്. ഈ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. ഇതിൻ്റെ സിലബസ് താഴെ കൊടുക്കാം. സിലബസ് നിങ്ങൾക്ക് വേണമെന്നുള്ളത് താഴെ കൊടുക്കുക. നമ്മൾ എന്തായാലും അതിൻ്റെ PDF ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റിലാണോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അത് താഴെ കൊടുക്കാം, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന പരീക്ഷകൾ. മറ്റുള്ളവരിലേക്ക് ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പ്രൊഫൈലിൽ ചെക്ക് ചെയ്യുമ്പോൾ കൺഫർമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ കൊടുക്കുക. അതുപോലെ തന്നെ അഡ്രസ്സ് എപ്പോഴും തന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഏതാണെന്ന് നോക്കുക. അത് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.